മധ്യ കേരളത്തിലെ പുരാതന സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നായ തൃശൂർ നഗരത്തിലെ തോട്ടപ്പടിക്ക് സമീപം മുല്ലക്കര മുസ്ലിം ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതും ജാതിമത ഭേദമന്യേ ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രവും പ്രസിദ്ധ സൂഫി വര്യനുമായ വലിയുല്ലാഹി ഷേഖ് സയ്യിദ് മുഹമ്മദ് ഫക്കീർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പൂർവികമായി കുംഭം 1 നടത്തിവരുന്ന ആണ്ട് നേർച്ച 2025 ഫെബ്രുവരി 7 വെള്ളിയാഴ്ച മുതൽ 13-ാം തീയതി വ്യാഴാഴ്ച വരെ വിപുലമായി മക്കാം പരിസരത്ത് വെച്ച് വിവിധ പരിപാടികളോടുകൂടെ നടത്തപ്പെടുകയാണ്. ഏഴു ദിനങ്ങളിൽ നീണ്ടു നിൽക്കുന്ന മുല്ലക്കര ജാറം ആണ്ട് നേർച്ചയ്ക്ക് ഫെബ്രുവരി 7 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് സയ്യിദ് ഹസൻ ഹാരിസ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിയാറത്ത് സംഗമത്തോടുകൂടെ തുടക്കമാകും. തുടർന്ന് മൗലിദ് മജ്ലിസും ഉദ്ഘാടന സദസ്സും പ്രൗഢമാകും. മൗലിദ് മജ്ലിസിന് നഈമുദ്ദീൻ സഖാഫി പാണ്ടിക്കാട് നേതൃത്വം നൽകും. ശേഷം രാവിലെ 10 മണിക്ക് സയ്യിദ് തഖിയുദ്ദീൻ അൽ ഹൈദറൂസി തങ്ങളുടെ തൃക്കരങ്ങളാൽ പതാക ഉയർത്തൽ കർമ്മവും നടക്കും. വൈകിട്ട് 7 മണിക്ക് മുല്ലക്കര മഹല്ല് ഖത്തീബ് ഉസ്താദ് കബീർ നിസാമി വേങ്ങരയുടെ നേതൃത്വത്തിൽ ഖാദിരിയ റാത്തീബ് മജ്ലിസും ഉണ്ടായിരിക്കും. ആണ്ട് നേർച്ച പരിപാടിയുടെ 2ാം ദിനമായ ഫെബ്രുവരി 8 ശനിയാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം 7 മണിക്ക് അസ്ഹാബുൽ ബദറിന്റെ സ്മരണകളാൽ ധന്യമാകുന്ന ബദരിയത്ത് മജ്ലിസും പ്രഭാഷണവും നടക്കും. പ്രസ്തുത പരിപാടിക്ക് മണ്ണുത്തി മഹല്ല് ഖത്തീബ് മുജീബുർ റഹ്മാൻ അസ്ലമി ആലപ്പുഴ നേതൃത്വം നൽകും. ആത്മീയ തീരം തേടുന്ന വിശ്വാസികൾക്ക് അഭയമായി തൃശൂർ നഗരത്തിലെ തോട്ടപ്പടിക്ക് സമീപം മുല്ലക്കര ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ജാറം ആണ്ട് നേർച്ച പരിപാടിയുടെ 3ാം ദിനം ഫെബ്രുവരി 9 ഞായറാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മഹനീയ സ്മരണകളാൽ ധന്യമാകുന്ന ഖുത്ബിയത്ത് വാർഷികവും പ്രഭാഷണവും നടത്തപ്പെടുമ്പോൾ മുടിക്കോട് മഹല്ല് ഖത്തീബ് അഭിവന്യരായ നൌഷാദ് ഫാദലി പാലക്കാട് അർത്ഥസമ്പുഷ്ടമായ വിഷയങ്ങൾ അധികരിച്ച് പ്രഭാഷണം നടത്തും. നാലാം ദിനമായ ഫെബ്രുവരി 10 തിങ്കളാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം അതിരങ്ങളിലൂടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ തിരുനാളം തെളിയിച്ച നാരിയത്തു സ്വലാത്ത് വാർഷിക സദസ്സും പ്രഭാഷണവും നടക്കുമ്പോൾ സ്വലാത്ത് വാർഷികത്തിന് സയ്യിദ് ഹസൻ ഹാരിസ് അൽ മാഹിരി തങ്ങൾ നേതൃത്വം നൽകുമ്പോൾ തുടർന്ന് അറിവാഴങ്ങൾ താണ്ടിയ അർത്ഥമുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അഭിവന്യരായ ഖാരി മുസ്തഫ സഖാഫി തന്നല സദസ്സിനെ അഭിസംബോധന ചെയ്യും. മുല്ലക്കര ആണ്ട് നേർച്ച പരിപാടിയുടെ 5ാം ദിനമായ ഫെബ്രുവരി 11 ചൊവ്വാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം ഹദ്ദാദ് വാർഷികവും പ്രഭാഷണവും ഉണ്ടായിരിക്കും. വിജ്ഞാനത്തിന്റെ കാമ്പുള്ള വാക്കുകളും ആഴമുള്ള അറിവുകളും കടന്നെടുത്ത് അറിവിന്റെ പ്രഭ സമ്മാനിച്ച മുല്ലക്കര മഹല്ല് ഖത്തീബ് അഭിവന്യരായ ഉസ്താദ് അബ്ദുൽ ഖബീർ നിസാമി വേങ്ങര പ്രൗഢമായ പ്രഭാഷണത്തിന് നേതൃത്വം നൽകും. 6ാം ദിനമായ ഫെബ്രുവരി 12 ബുധനാഴ്ച മഗ്രിബ് നിസ്കാര ശേഷം മുല്ലക്കര മഖാമിൽ പ്രതീക്ഷാ കവചമായി വിശ്വാസികൾക്ക് വേണ്ടി സ്ഥാപിച്ച സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികവും തുടർന്ന് പ്രഭാഷണവും ബുറുദ ആലാപനവും നടക്കുമ്പോൾ സ്വലാത്ത് മജ്ലിസിന് നിരവധി ആത്മീയ മജ്ലിസുകൾക്ക് മഹനീയ നേതൃത്വം നൽകുന്ന സയ്യിദ് ഹസൻ ഹാരിസ് അൽ മാഹിരി തങ്ങൾ നേതൃത്വം നൽകും. ശേഷം നടക്കുന്ന ബുറുദ ആലാപനത്തിനും പ്രഭാഷണത്തിനും പാടിയും പറഞ്ഞും ആലപിച്ചും പ്രഭാഷണം നടത്തിയും പ്രവാചക സ്നേഹത്തിന്റെയും ഇസ്ലാമിക ചൈതന്യത്തിന്റെയും നന്മയുടെ സന്ദേശങ്ങൾ ലോകത്തിനെത്തിച്ച അതുല്യ പ്രതിഭ അഷ്റഫ് പെരുമുഖം നേതൃത്വം നൽകും. വേദനയിൽ വെന്തുരുകുന്ന വിശ്വാസികൾക്ക് പരിഹാരത്തിന്റെ പറുദീസയെന്നോണം മുല്ലക്കര ജാറം പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ആണ്ട് നേർച്ച പരിപാടിയുടെ സമാപന ദിനമായ ഫെബ്രുവരി 13 വ്യാഴാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ജാതിമത ഭേദമന്യേ വർഷം തോറും നടത്തിവരുന്ന അന്നദാനവും സമാപന സദസ്സുമുണ്ടായിരിക്കും. പ്രസ്തുത പരിപാടി കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ തൃശൂർ കോർപ്പറേഷൻ മുല്ലക്കര ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ്
അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് ആശംസ അറിയിച്ച് സംസാരിക്കും. സ്നേഹ സന്ദേശം നടത്തി മുല്ലക്കര മഹല്ല് ഖത്തീബ് ഉസ്താദ് അബ്ദുൽ കബീർ നിസാമി വേദിയിൽ സംസാരിക്കും. സയ്യിദ് ഹസൻ ഹാരിസ് തങ്ങൾ, നൌഷാദ് സഅദി, മുസ്തഫ അഷ്റഫി, ഹാരിസ് സഖാഫി, ലുഖ്മാനുൽ ഹക്കീം സഅദി തുടങ്ങിയ മറ്റു പ്രമുഖ പണ്ഡിത നേതാ സാദാത്തുക്കളും ഉമറാക്കളും വേദിയിൽ സാന്നിധ്യമറിയിക്കും. ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന പ്രസ്തുത ആണ്ട് നേർച്ച പരിപാടിയുടെ സംഗമങ്ങളിൽ പങ്കെടുക്കുവാനും പുണ്യം കരസ്ഥമാക്കുവാനും മുഴുവൻ ദീനി വിശ്വാസികളെയും സ്നേഹജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി 7 മുതൽ 13 വരെ മുല്ലക്കര ജാറം മഖാം പരിസരത്തേക്ക്.